ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സപ്തക പർവം തുടരുന്നു. സ്നാനഭോജനയാന മൈഥുനാദികളിലും മാനമോടരികളെ നിഗ്രഹിച്ചിടാമെന്നാൽ ഏതുമേ ദോഷമില്ല പോകുന്നേനെന്നാൻ അവനേതുമേ മടിക്കേണ്ട നടന്നിടുകയെങ്കിൽ മരിപ്പാൻ മടിയില്ല ഞങ്ങൾക്കുമിതുകാലം കരുത്തു പുറകിലും എന്നവരുര ചെയ്താർ. ഭോജനും കൃപരുമായി അന്നേരം ഗുരുസുതൻ വ്യാജേന കൊൽവാൻ ചെന്നു കൈനിലയടുത്തപ്പോൾ വേതാളഭൂതപ്രേത പൈശാചകോളികളാൽ ഭീതി കൊണ്ടടുത്തുകൂടാഞ്ഞു പോർക്കളം തന്നിൽ. ശത്രുക്കളായ പാണ്ഡുപുത്രന്മാരെയും പേടിച്ചെത്രയും പ്രയോഗിച്ചു ശസ്ത്രങ്ങൾ അശ്വത്ഥാമാനന്ദക ശരശാർണ ശംഖചക്രാദിപൂണ്ട നന്ദനന്ദനന്മാരെ കാണായിതസംഖ്യമായി. വിഷ്ണുമൂർത്തികളാലെ നിറഞ്ഞു യുദ്ധഭൂമി. വിസ്മയിച്ച അശ്വത്ഥാമ പേടിച്ചു നാണം പൂണ്ടാൻ. നല്ലതുമാകാത്തതും വേണ്ടതും വേണ്ടാത്തതും നല്ലനാം ഗുരുസുതനൊന്നുമേ തോന്നിയതില്ല. മാതുലൻ പറഞ്ഞതു കേളാതെ നടിച്ചു പോന്നാതുരനായതിപ്പോൾ ഞാനെന്നു ഗുരുസുതൻ. ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കി പ്രാണായാമാൻ മന്ദമെന്നിയെ നന്നായി ശിവനെ ധ്യാനം ചെയ്താൻ. അന്തര്യോഗത്തെ തുടങ്ങിയിടിനാൻ വിപ്രോത്തമനന്തികെ കാണായി വന്നു ശങ്കര മാഹാത്മ്യവും. അന്നേരം വേദി മധ്യേ കത്തുന്നോരഗ്നി തന്നിൽ നിന്നുണ്ടായി വന്നു ചില ശൈവഭൂതങ്ങളെല്ലാം. നിടിലക്കണ്ണും നല്ല കുടിലഭ്രൂക്കളും ഭ്രുകുടീകരാളവും കഠിന ദന്തങ്ങളും ദൂസരകേശങ്ങളും ഭാസുരശ്മശ്രുക്കളും മേതുരമുഖങ്ങളും ഭീഷണവേഷങ്ങളും ദാരുണശൂലങ്ങളും കൈക്കൊണ്ടു കാണായി വന്നു. മാരണദേവതകളാകിയ മൂർത്തികളും കാരണനായ പുരനാശനമൂർത്തിയെയും നേരോടെ ഭക്തൻ തൻ്റെ ചാരത്തു കാണായി വന്നു. വിശ്വനാഥനെ കണ്ടോരശ്വത്ഥാമാവുതാനും വിശ്വാസത്തോടു വരുമശ്രുക്കളതും തുടർച്ചർച്ചന ചെയ്തു വീണു നമസ്കാരവും ചെയ്തു വിശ്വാസഭക്തിയോടും സ്തുതിച്ചാനതു നേരം. ശങ്കര ജയ ജയ ചന്ദ്രശേഖര ജയ പങ്കജശരരിവോ ഹുംഹൃതി ഹര ജയ ശംഭോ ശാശ്വതപര ഭൂദേശാപുരഹര കുംഭീപാവാർത്തിഹര ഗിരിശ ഗംഗാധര ഗിരിജാവര ജയ ഗിരിമന്ദിര ജയ പരമേശ്വര ജയ പരശുധര ജയ ചതുരാനനനദ ചരണ ജയ ജയ സരസീരുഹദള നയന പ്രിയ ജയ കാലനാശന ജയ ധൂർജടേ പശുപതേ നീലലോഹിത ഭവ ഫാലലോചന ജയ പാലയ ദീനമേനം ശരണാഗതം ശിവ പാലയ നിരന്തരം ത്രസ്തമത്യന്തഭക്തം. ഇങ്ങനെ ശിവസ്തുതി ചെയ്തുടനഗ്നി തന്നിൽ ചെന്നു ചാടുവാൻ തുടങ്ങിയിടിനോരശ്വത്ഥാമ തന്നെ ശത്രുക്കളെയൊക്കെ ഒടുക്കുവാൻ. പന്നകാഭരണനും നൽകിനാൻ കരവാളം. ചെന്നിവരോടും കൂടി കൊന്നാലും നരികളെ നന്നാകമേലിൽ നിനക്കെന്നരുൾ ചെയ്തു ദേവൻ. ഖഡ്ഗവും നൽകി നേരെ നിർഗമിച്ചതു നേരം
ഭക്തി പൂണ്ടഗ്രി പത്മം വന്ദിച്ചു ഗുരുസുതൻ. ഭർഗൻ തന്നനുഗ്രഹാരുഗ്രനാം അശ്വത്ഥാമ ഉൾക്കരുത്തോടും കൂടി വെക്കത്തിൽ വാളുമായി ശത്രുക്കൾ ഉറങ്ങുമ്പോൾ ഉൾപ്പുക്കാനെന്നേ വേണ്ടു. വിത്രസ്ത ചിത്തന്മാരാം ഭോജനം കൃപരുമായി ദൃഷ്ടദ്യുമ്നന്റെ തല വെട്ടിയങ്ങറുത്തിതു. പെട്ടെന്നു പാഞ്ചാലിതൻ മക്കളെ 5 കൊന്നു. വാവിന്നാളർദ്ധരാത്രി നേരത്തു ഗുരുസുതനാവോളം ശത്രുക്കളെ വെട്ടിക്കൊന്നറുത്തുടൻ. ഭൂതനാഥനു ബലി നൽകിനാൻ ചോര കൊണ്ട് ഭൂതങ്ങളാർത്തു കളിച്ചിടിനാരതു നേരം. തങ്ങളെ മറന്നുടനുറങ്ങുന്നവരെല്ലാം ഇങ്ങനെ ഒരു ഘോഷമുണ്ടായോരനന്തരം. കമ്പവും പൂണ്ടു തമ്മിലേതുമേ അറിയാതെ സംഭ്രമം കലർന്നുടൻ തങ്ങളിൽ തന്നെ വെട്ടി ചത്തിതു ചിലരായുധം തിരകയും. ശത്രുക്കൾ എത്രയുണ്ടെന്നേതുമേ അറിയാതെ വിത്രാസപ്പെട്ടു മണ്ടിപ്പുറത്തു ചാടുന്നേരം ശസ്ത്രങ്ങളേറ്റു ഭുവി മറിഞ്ഞു വീണുമേവം. ദ്വാരങ്ങൾ തോറും നിന്നു ഭോജനം കൃപരുമായി പാരാതെ കൊന്നു വീഴ്ത്തുന്നോർ തെരുതരെ. പുറത്തുള്ളവർ പേടിച്ചകത്തു പാഞ്ഞു പൊക്കും. പുറത്തു പുറപ്പെട്ടു മകത്തുള്ളവരെല്ലാം വരുന്നോർ വൈരികളെന്നകത്തുള്ളവരെല്ലാം അകത്തു ശത്രുക്കളെന്നുറച്ചു പുറത്തുള്ളോർ. ഇങ്ങനെ ശിവ ശിവ തങ്ങളിൽ തന്നെ കൊന്നു തിങ്ങിന പടയൊട്ടു മിക്കതും ഒടുങ്ങിതേ. കൈനില തന്നിലവർ തീയും വെച്ചിതു. പിന്നെ കൈകാലും തോളും മുറിഞ്ഞിടരായി വശം കെട്ടു. ചാകാതെ കിടന്നവൻ തീ പിടിച്ചതു നേരം വേഗാതെയുള്ള അവയവം കിടന്നു പിടകയും. കരഞ്ഞവർ വെന്തു ചാകുന്നേരം. വെന്തു ചാകുന്ന നേരം മരങ്ങൾ വെന്തു പൊട്ടിയലറും ഒച്ചകളും. മുടിയിൽ പിടിപെട്ടൊരഗ്നിതൻ ദുർഗന്ധവും തടവു തീർന്നു കത്തിപ്പൊങ്ങും ജ്വാലകൾ മേലെ മുഴുത്തു പൊങ്ങിയിടുന്ന പുകയും കണ്ടു പിഴുക്കു ചെയ്തതെല്ലാം മരകനോടു ചൊൽവാൻ. ഭാരദ്വാജാത്മജാതി മൂവരും ഒരുമിച്ചു പാരിച്ച മോദത്തോടും വേഗത്തിൽ നടകൊണ്ടു. ദുര്യോധനൻ വീണു കിടക്കുന്നിടത്തു ചെന്നിരുന്നാർ അവർകളും എത്രയും ദുഃഖത്തോടെ. 11 അക്ഷൗഹിണിപ്പടയുള്ള രജാ നീ പതിതനായേ ഭുവി ചതിയാലയ്യോ കഷ്ടം. അന്ധനായി വയോധികനായൊരു പിതാവിനെ സന്തതം രക്ഷിപ്പതിനാരിനിയുള്ളിതയ്യോ. ഗാന്ധാരി ദേവി തന്റെ ദുഃഖമെന്തെന്നു ചൊൽവു. കാന്താരം വാഴുകന്നേ വേണ്ടു ഞങ്ങളുമിനി. മന്നവാസുയോധന നിന്നോടു സമാനമായി പൊന്നോടു പുടവകൾ നൽകുവാനാരുനാഥ. ഞങ്ങളുമാകുന്നതു ചെയ്താരെന്നറിഞ്ഞാലും ഇങ്ങനെ നിന്നെ കണ്ടു സഹിയാഞ്ഞതുമൂലം. ദൃഷ്ടദ്യുമ്നനും കൃഷ്ണതന്നുടനയരും ഒട്ടുമേ ശേഷിയാതെ മറ്റുള്ള പടകളും വെട്ടിക്കൊന്നൊടുക്കിയതു. രാത്രിയിൽ ചെന്നു ഞങ്ങൾ ചുട്ടുപൊട്ടിച്ചിതവരിരുന്ന ഗൃഹങ്ങളും എന്നതു കേട്ടു തെളിഞ്ഞന്നേരം സുയോധനൻ വിണ്ണിലങ്ങകമ്പുക്കു പോരതിൽ മരിക്കയാൽ. ഇപ്രകാരങ്ങളൊക്കെ സഞ്ജയൻ അറിയിച്ചാൽ കേൾപ്പുള്ള ധൃതരാഷ്ട്രർ മോഹിച്ചു വീണാനല്ലോ. മോഹവും തീർത്തങ്ങിരുത്തിയിടിനാൻ പിന്നെയും പൈതാഹാദി തീർത്തശേഷം ചൊൽവൻ ഞാനിനിയെന്നു
വാരിജനേത്രൻ തന്റെ ഭക്തരിൽ ഉത്തം സമാം ശാരിക പൈതൽ ദാനം മോദമോടിരുന്നതേ. ഇത് ശ്രീ മഹാഭാരതേ പരിഭാഷാരൂപം സൗക്തിക പർവം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.